സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ തന്നെ. ആ പാറയിൽ ഇപ്പോൾ കാണുന്ന ശിലാസ്മാരകം ഏക്നാഥ് റാനഡെ എന്ന RSS പ്രചാരകന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ്. സ്വാമി വിവേകാനന്ദന്റെ 123ാം സ്മൃതി ദിനം ആചരിക്കുന്ന ഈ ദിവസം സ്മരിക്കേണ്ടത് ത്യാഗോജ്വലമായ ആ പോരാട്ടങ്ങൾ കൂടിയാണ്. സത്യം, പരിശുദ്ധി, നിസ്വാർത്ഥത എന്നീ ഗുണങ്ങളുള്ളവനെ തകർക്കാൻ സൂര്യന് മേലെയും കീഴെയും ഒരു ശക്തിയും ലോകത്തില്ല. ഇവയുണ്ടെങ്കിൽ മുഴുവൻ പ്രപഞ്ചത്തെയും ഒറ്റയ്ക്ക് നേരിടാൻ ഒരു വ്യക്തിക്ക് കഴിയും. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു കന്യാകുമാരിയിലെ ശ്രീപാദപ്പാറയിൽ വിവേകാനന്ദ സ്മാരക നിർമ്മാണം. കന്യാകുമാരിയെ കന്യാകാമേരിയാക്കാനായുള്ള സംഘടിത നീക്കങ്ങൾ നടന്ന 1960കളിലാണ് ത്രിവേണി സംഗമസ്ഥാനത്ത് സ്വാമി ധ്യാനമിരുന്ന പാറയിൽ സ്മാരക നിർമ്മാണം എന്ന ആശയം പിറവിയെടുക്കുന്നത്. അവിടെ സ്മാരകം നിർമ്മിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മാർഗദർശനവും സഹായവും ആവശ്യമാണെന്ന് പറഞ്ഞ കമ്മിറ്റിക്കാര് സംഘത്തിന്റെ അന്നത്തെ സർസംഘചാലകനായ പരമപൂജനെ ഗുരുജിയെ സമീപിച്ചത്. പൂജനെ ഗുരുജി സംഘത്തിന്റെ അതേപോലെ സർ കാര്യവാഹകനായ ശ്രീ ഏകനാഥ് റാനഡെ ഞങ്ങൾ വിട്ടുതരാം. ആ സന്ദർഭത്തിലാണ് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് മതപരിവർത്തനം ചെയ്യപ്പെട്ട നമ്മുടെ മത്സ്യപ്രവർത്തകരായിട്ടുള്ള ആ സഹോദരന്മാരെ പള്ളി പാതിരയുടെ പ്രേരണയുടെ ഫലമായിട്ട് സ്വാമി വിവേകാനന്ദന്റെ സ്മാരകമല്ല അവിടെ വരേണ്ടത് സെന്റ് സേവിയറുടെ സ്മാരകമാണ് എന്ന് നിശ്ചയിക്കുകയും ആസൂത്രിതമായി അവിടെ സ്ഥാപിക്കപ്പെട്ട പലകം തകർക്കുകയും കുരിശും അവർ സ്ഥാപിച്ചിരുന്നു. ഏകനാഥ റാനഡെ എന്ന RSS പ്രചാരകന്റെ ധ്യേയനിഷ്ഠയും ആത്മസമർപ്പണവുമാണ് നാം ഇന്ന് കന്യാകുമാരിയിൽ കാണുന്ന ഭവ്യമായ ആ അഭിമാനം. ഏകനാഥ്ജി മാതിരി ഒരാളില്ലെങ്കിൽ ഈ മെമ്മോറിയൽ വന്നിട്ടുണ്ടാവില്ല. അവിടെ വേറെ ആളെ ഗുണം ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കഴിവ് ഏകനാഥ്ജിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘം. അധിനിവേശ ശക്തികളുടെ സ്വാധീനത്താൽ സ്വാഭിമാനബോധം നഷ്ടമായവരോട് തന്ത്രപരമായും നയപരമായും കായികപരമായും പൊരുതിയാണ് വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ ശിലാസ്മാരകം ഉയർന്നത്. നിശ്ചയദാർഢ്യവും അകമഴിഞ്ഞ സമർപ്പണഭാവവും കൈമുതലാക്കിയവരുടെ കരുത്തിൽ അങ്ങനെ സ്വാമിജിക്ക് ഉചിതമായ സ്മാരകമുയർന്നു. ഇന്ന് സ്വാമി വിവേകാനന്ദൻ സമാധിയായിട്ട് 122 കൊല്ലം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിലൂടെ ഭാരതം ലോകത്തിന് നൽകിയ സനാതന ധർമ്മ സന്ദേശത്തിന്റെ ഊർജ്ജകേന്ദ്രമായി മാറാൻ വിവേകാനന്ദ പാറയിലൂടെ, വിവേകാനന്ദ കേന്ദ്രത്തിലൂടെ കന്യാകുമാരിക്ക് കഴിയുന്നു. CG ഉമേഷ്, ജനം, കന്യാകുമാരി.